അട്ടപ്പാടി ചീരക്കടവിൽ റോഡ് മുറിച്ചു കടന്നൊരു കാട്ടാനക്കൂട്ടം. പുതൂർ RRT സംഘം സ്ഥലത്തെത്തി കാട്ടാനക്കൂട്ടത്തെ തുരത്തി. അപ്പോൾ നമ്മൾ ടിക്കറൊന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആനയെ വ്യക്തമായിട്ട് കാണാമെന്ന് തോന്നുന്നു. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുകയാണ്. ശ്രീജിത്തെ, ആനകൾ സുഖമായി കാട്ടിനകത്ത് കയറിപ്പോയോ, അതോ അവിടെ തന്നെയൊക്കെ ചുറ്റിയടിച്ച് കറങ്ങി നിൽക്കുകയാണ്? ഗുഡ് മോർണിംഗ്. സുഖമായി തൽക്കാലത്തേക്ക് വെരി ഗുഡ് മോർണിംഗ്. സുഖമായി തൽക്കാലത്തേക്ക് കാട് കയറി പോയിട്ടുണ്ട്. താവളം മുള്ളി റോഡാണ്, പ്രധാനപ്പെട്ട പാതയാണ്. ഷോളയൂർ മേഖലയിലേക്കൊക്കെ ആളുകൾ കടന്നു പോകുന്ന നല്ല റോഡാണ്. റോഡ് കണ്ടാൽ അറിയാം, നല്ല സുഖസുന്ദരമായി യാത്ര ചെയ്യാൻ പറ്റിയ റോഡാണ്. പക്ഷേ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഈ മേഖലയിലുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രി കാലത്താണ് ഏറ്റവും വലിയ പ്രശ്നം. തൊട്ടടുത്ത മേഖലയിൽ സമാനമായ രീതിയിൽ ബൈക്ക് യാത്രികനായിരുന്ന ഒരാൾ ഈ പ്രദേശത്തുകൂടി പോകുമ്പോൾ കാട്ടാന വന്ന് തട്ടിയിട്ട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ അട്ടപ്പാടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഗണേഷ് കുമാർ എന്ന ഒരു പൊമ്മിയാമ്പതി സ്വദേശിയുടെ വീടിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് കാട്ടാന അകത്തേക്ക് ആളുകളെ പോലെ നടന്നു കയറുന്ന ദൃശ്യം നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും ഇത് കാട്ടാനക്കൂട്ടമാണ്. 2, 3, 4 ഒക്കെ ആനകൾ ആ പ്രദേശത്ത് ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. RRT സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തി അതിനെ വലിയ സൈറനൊക്കെ അടിച്ച് കാട് കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ രാവിലെ 7 മണിക്കായിരുന്നു സംഭവം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. തൽക്കാലത്തേക്ക് കാട് കയറിയിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയുടെ തൊട്ടപ്പുറത്തെ പ്രദേശത്ത് തന്നെ ഈ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ആളുകൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നത്. SK. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.